റേഷൻ ചാക്കരി ചോറ് വെച്ച് മിച്ചം വന്നതാണ്. ഇത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് പത്തിരിയും അടയൊക്കെ ഉണ്ടാക്കാം. അടയ്ക്ക് ചേർക്കാനായിട്ട് കുറച്ച് പഴം, ജീരകം, ഏലയ്ക്ക, തേങ്ങ ചിരണ്ടിയത്. തേങ്ങ വേണമെങ്കിൽ കുത്തിയിട്ട് നെയ്യ് വറുത്തിടാൻ വേണമെങ്കിൽ നടുക്ക് വയ്ക്കാനായിട്ട് അടയുടെ ഈ ജീരകവും ഏലയ്ക്കയും ഇടികല്ലാത്തിട്ട് ഇടിച്ചെടുക്കുന്നു. തേങ്ങ ചിരണ്ടി വെച്ചു. പഴം തേങ്ങയ്ക്കകത്ത് മിക്സ് ചെയ്ത് ശർക്കര പൊടി ചേർത്ത് ഇളക്കുന്നു. ചോറ് അരച്ചെടുത്ത് കുറച്ച് വെള്ളം കൂടുതലാണ്. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കേണ്ടത്, മിക്സ് ചെയ്യേണ്ടത്. ചോറരച്ചിട്ട് അധികം ഉപ്പ് ചേർത്തു. ഇനി ഒരു ഗ്ലാസ് അരിപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നു. കുറച്ച് ഇട്ട് ഇളക്കി യോജിപ്പിക്കുക. കൂട്ടാൻ മാത്രം വെള്ളം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ വെള്ളം കുറയ്ക്കാൻ വേണ്ടി കുറച്ച് വറുത്ത അരിപ്പൊടി ചേർക്കുന്നു. ഇത് അടയ്ക്ക് ഉപയോഗിക്കാം, പത്തിരിക്ക് ഉപയോഗിക്കാം. ഒരു ഗ്ലാസ് പൊടിയിട്ട് അത് പോരാ, ഒരു ഗ്ലാസും കൂടി ഇടുകയാണ്. ഒരു ഗ്ലാസ് അരിപ്പൊടി കൂടി ചേർത്തിട്ട് ഇളക്കി ബോൾ പരുവാക്കണം. അത് പശ മാറി ബോളാക്കണം. രണ്ടും ഗ്ലാസ് പൊടി ഇട്ടിട്ടും വെള്ളം കുറഞ്ഞില്ല. അര ഗ്ലാസ് കൂടി ഇട്ട് ഇളക്കി നോക്കാം. നാല് ഗ്ലാസ് പച്ചരിപ്പൊടി വറുത്തപ്പൊടി ചേർത്ത പിന്നെയാണ് ഈ പരിവായത്. ഈ പഴവും തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നു. ഇതിൻ്റെ കൂടെ പൗഡർ ശർക്കരപ്പൊടിയും കൂടെ ചേർക്കുന്നു. ജീരകം, ഏലക്ക പൊടിച്ച്, ശർക്കരപ്പൊടി, ബനാന വരുന്നത്. ഇതൊക്കെ ഇളക്കി കഴിപ്പിക്കുന്നു. അടയുടെ അകത്ത് വെക്കാനുള്ള കൂട്ടാണ്. നനച്ചിട്ട് മാവ് കുറച്ചെടുത്തിടുന്നു. അതിനകത്ത് ഇത് വെച്ച് ഫില്ല് ചെയ്തിട്ട് അടച്ചു വെച്ച് ആവിയിൽ പുഴുങ്ങുന്നു. ഒരു സൈഡ് വെച്ചിട്ട് മടക്കി വെക്കുന്നു. ഇങ്ങനെ അട ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നു. അവസാനത്തെ അടയ്ക്കുള്ള ശർക്കര തേങ്ങ വെച്ചു. ഇത് മടക്കി ഇനി ഇതെല്ലാം ആവിയിൽ പുഴുങ്ങാൻ വെക്കുന്നു. അതുകൊണ്ട് എളുപ്പത്തിലുണ്ടാക്കാം. ഇത് പരത്തിയിട്ട് ഇലയിൽ വെച്ച് പരത്തി ദോശക്കല്ലിൽ പത്തിരിയാക്കി ഇടുക. അട പുഴുങ്ങാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചു, വെള്ളം വെച്ചു. ഇനി ഇതിലേക്ക് പെറുക്കി വെക്കുന്നു. എല്ലാം പെറുക്കി വെച്ചിട്ട് മൂടിയിട്ട് ആവിയിൽ പുഴുങ്ങുന്നത്. കൈ ഒന്ന് നനച്ചിട്ട് മാവ് ഒരു ബോളാക്കി ഇലയിൽ വെച്ച് പരത്തി വേറൊരു ഇലയും കൊണ്ട് കവർ ചെയ്ത് ദോശക്കല്ലിൽ വെച്ച് ചുട്ടെടുക്കും. പരത്തി ഒരു വേറൊരു ഇല കൊണ്ട് മൂടി വെച്ചു. ഇനി ദോശക്കല്ലിൽ വെച്ച് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാനുള്ള പത്തിരി ഇല ഇലയിലെടുത്ത് വെച്ചു. ഈ കല്ലടുപ്പത്ത് വെച്ചിട്ട് ചുട്ടെടുക്കാം. നോൺ സ്റ്റിക്ക് കല്ലും ഇരുമ്പ് കല്ലും അടുപ്പത്ത് വെച്ചു.
പത്തിരി ഇട്ടെടുക്കാൻ മടക്കി വെച്ചിരിക്കുന്ന പത്തിരി ചെറുതായിട്ട് പത്തിരി ചുടാനായിട്ടെടുക്കാം. മറിച്ചിടും. രണ്ട് സൈഡ് മറിച്ചിട്ട് വെച്ച് എടുക്കാം. പത്തിരിയുടെ രണ്ട് സൈഡും ആയിട്ടുണ്ട്. ഇത് മാറ്റിയിട്ട് അടുത്തിടാം. എല്ലാം എടുക്കാം. ഇലപ്പത്തിരിന്നോ ചട്ടിപ്പത്തിരിന്നോ എന്തെങ്കിലും വിളിക്കാം. കറി കൂട്ടി കഴിക്കാം. അടുത്തിട്ട് ഒരു സൈഡ് ഉണങ്ങി കഴിയുമ്പോൾ മറിച്ചിടണം. ഒരു സൈഡ് ഉണങ്ങി കഴിയുമ്പോൾ മറിച്ചിടണം. ഇലയുടെയും ആയി വന്ന് 10 മിനിറ്റായി വെന്തിട്ടുണ്ട്. അത് തീയെടുക്കാം. ഈ പത്തിരി പൊങ്ങി വരുന്നുണ്ട്. അമർത്തിയപ്പോൾ